إن الحمد لله القوي القهار العزيز الجبار الكبير المتعال نحمده حمدا كثيرا ونشكره شكرا مزيدا وأشهد أن لا إله إلا الله وحده لا شريك له رضي لعباده الإسلام وهداهم للإيمان وعلمهم القرآن وتلك نعمة ما أجلها ومنة ما أعظمها وأشهد أن محمدا عبده ورسوله قد بلغ رسالته وأدى أمانته ونصح لأمته صلى الله عليه وسلم وبارك عليه وعلى آله وأصحابه وأتباعه بإحسان إلى يوم الدين. أيها الناس اتقوا الله عباد الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون. فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين. فأما إن كان من المقربين فروح وريحان وجنة نعيم. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും സൂക്ഷിച്ചും പാലിച്ചും മുത്തഖീങ്ങളായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. ആത്മാവിൻ്റെ ആരോഗ്യത്തിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം, അതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞു തുടങ്ങിയത്. നമ്മുടെ ശരീരം എത്ര ക്ഷീണിച്ചാലും, എത്ര ദുർബലമായാലും, എത്ര കാലം രോഗിയായി കിടന്നാലും, ശരീരം എത്ര തളർന്നാലും നമ്മുടെ റൂഹിന്, ആത്മാവിന് ക്ഷീണം പറ്റരുത്. ആത്മാവ് തളരരുത്. ആരോഗ്യമുള്ള ആത്മാവായിരിക്കണം മലക്കുകൾ നമ്മളിൽ നിന്നും കൊണ്ടുപോകേണ്ടത്. അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്? മഹാന്മാരായ പണ്ഡിതന്മാർ 3 കാര്യങ്ങൾ വിശദീകരിച്ചു. ഒന്ന്, അസ്സിലത്തു ബില്ലാഹി അബറ ദിക്രി വദ്ദുആ. 2, അൽ ഇസ്തിഖാമത്തു വതസ്കിയത്തുൻ നഫ്സ്. 3, അത്തഅമ്മുലു ഫി കിതാബില്ലാഹ്. ഈ 3 കാര്യങ്ങളാണ് ആത്മാവിൻ്റെ ആരോഗ്യത്തിന്, ശക്തിക്ക് നാം ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമതായി അസ്സിലത്തു ബില്ലാഹ്. എപ്പോഴും അള്ളാഹുമായി ഒരു സിലത്ത്, ഒരു ബന്ധം നമുക്കുണ്ടാകണം. സിലത്തുർ റഹിം എന്നാണ് സാധാരണ കുടുംബബന്ധം ചേർക്കുന്നതിന് പറയാറുള്ളത്. അസ്സിലത്തു ബില്ലാഹ്, അള്ളാഹുമായിട്ടുള്ളൊരു ബന്ധം, അത് മുറിഞ്ഞു പോകരുത്. അത് മുറിഞ്ഞാൽ നമ്മുടെ ആത്മാവിന് ക്ഷീണം സംഭവിക്കും. നമ്മളെ കുടുംബത്തിൽ, ജീവിതത്തിൽ നമ്മളുമായി ഏറെ അടുപ്പം കാണിക്കേണ്ട, ബന്ധപ്പെടേണ്ട, ദൃഢബന്ധം കാത്തു സൂക്ഷിക്കേണ്ട ആരെങ്കിലും നമ്മളുമായി ബന്ധം മുറിച്ചു പോയാൽ നമുക്ക് പ്രയാസമാണ്, ദുഃഖവും വിഷമവുമാണ്. നമ്മൾ ക്ഷീണിക്കും, നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും. അത് ശരീരത്തിൻ്റെതാണെങ്കിൽ, അള്ളാഹുമായിട്ടുള്ള ബന്ധം നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ, ആ ബന്ധത്തിന് കോട്ടം സംഭവിച്ചാൽ നമ്മുടെ ആത്മാവിനാണ് കോട്ടം സംഭവിക്കുന്നത്. ഏതിലൂടെയാണ് അള്ളാഹുമായിട്ടുള്ള സിലത്ത് നിലനിർത്തേണ്ടത്? ബി അബറ ദിക്രി വദ്ദുആ. ആ ബന്ധം ചേർക്കലാണ് ദിക്റുകളും ദുആകളുമൊക്കെ. സഹോദരങ്ങളെ,
ആത്മാവ് ശക്തിയുള്ളതായി തീരുക എന്നത് ശ്രമകരമായ, അള്ളാഹുവിൻ്റെ പ്രത്യേകം തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രം ലഭിക്കുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ കേട്ടു, ആത്മാവുമായി ബന്ധപ്പെട്ട ആയത്ത് പറഞ്ഞപ്പോൾ എൻ്റെ റൂഹിനെ ഊതി എന്നാണ് അള്ളാഹ് പറഞ്ഞത്, റൂഹി എന്നാണ് അള്ളാഹ് പറഞ്ഞത്. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം നൽകുന്ന തൗഫീഖാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ശരീരം തളർന്നാലും ശക്തിയുള്ള ആത്മാവുണ്ടാകുക എന്നുള്ളത്. അള്ളാഹു പറയാണ്, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, അള്ളാഹിൻ്റെ അപാരമായ ഫദ്ലും റഹ്മത്തും ഇല്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹവും കാരുണ്യവും നിങ്ങൾക്ക് മേൽ നിറഞ്ഞുണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന കാര്യം. അല്ലാഹ് പറയാ, ഫദ്ലും റഹ്മത്തുമില്ലെങ്കിൽ മാ സഖാ മിൻകും മിൻ അഹദിൻ അബദ, നിങ്ങളിൽ ഒരാൾക്കും ഒരു കാലത്തും ആത്മവിശുദ്ധി നേടാൻ കഴിയില്ല, ആത്മാവിന്റെ ശുദ്ധീകരണം നടത്താൻ കഴിയില്ല, ആരോഗ്യമുള്ള ഒരു ആത്മാവ് കിട്ടില്ല. വലാകിൻ അല്ലാഹു യുസക്കി മൻ യശാ, അല്ലാഹ് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പ്രത്യേകം നൽകുന്നതാണ് ആത്മാവിന്റെ ശുദ്ധീകരണവും അതിൻ്റെ വൃത്തിയും അതിൻ്റെ ആരോഗ്യവുമൊക്കെ. അതുകൊണ്ട് സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ അപാരമായ ഫദ്ലും അള്ളാഹുവിൻ്റെ അപാരമായ നിഅമത്തും അനുഗ്രഹവും നമുക്കുണ്ടാകണം. ഈ ഇരിക്കുന്ന നമ്മളെ ശരീരം 3 കാര്യങ്ങളാണ്. ഒന്ന് അഖിലാണ്, മറ്റൊന്ന് റൂഹാണ്, മറ്റൊന്ന് ജസദാണ്. മനുഷ്യനെപ്പോലെ ഒരുപാട് ജന്തുജാലങ്ങൾ, ജീവജാലങ്ങൾ ഉണ്ട്. ശരീരമുള്ളവ, ആത്മാവുള്ളവ പലതുമുണ്ട്. പക്ഷേ 3 കൂടുന്നു മനുഷ്യന്: അഖിലും, ബുദ്ധിയും, റൂഹും, ജസദും, ആത്മാവും ശരീരവും. പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചിട്ട് പറയാണ്, വ്യക്തമായ പഠനം നടത്തിയിട്ട് അവർ പറഞ്ഞു, ജസദ് എന്ന് പറഞ്ഞാൽ ഫൽ ജസദു ഗിദാഉഹു, ശരീരത്തിന്റെ ഭക്ഷണം അത്വആമു വശറാബ്, നമ്മൾ കുടിക്കുന്ന വെള്ളവും ഭക്ഷണവും ശരീരത്തിനതാണ് ആവശ്യം. വൽ അഖിൽ ഗിദാഉഹു, ബുദ്ധിയുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അൽ ഇൽമു വൽ മഅരിഫ, ബുദ്ധിയുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ അന്നം അത് ഇൽമും മഅരിഫത്തുമാണ്, അറിവും തിരിച്ചറിവുമാണ്. നിർബന്ധമായും അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. വറൂഹ്, റൂഹിന്റെ ഇദാഹുഹ, റൂഹിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് അൽ വഹ്യു വശറഉ, വഹിയും ശരീഅത്തുമാണ്, ശറഉമാണ്. അല്ലാഹു ഇറക്കിയ വഹിയും ആ വഹിയുടെ പഠിപ്പിക്കപ്പെട്ട മതനിയമങ്ങളുമാണ് ആത്മാവിന്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ. സഹോദരങ്ങളെ, നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് നല്ല ദാഹമുള്ള സമയത്ത്, തളർന്നിരിക്കുന്ന സമയത്ത്, നല്ല ക്ഷീണമുള്ള സമയത്ത്, നല്ല ദാഹമുള്ളൊരു സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കുടിച്ചാൽ നമ്മൾ പറയും റാഹത്തായി എന്ന് പറയും. നല്ല ഭക്ഷണം കഴിച്ചാൽ, ഇഷ്ടമുള്ള ഭക്ഷണം, വിശപ്പുള്ള സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ പറയും റാഹത്തായി എന്ന് പറയും. നമ്മളോടൊരാള് എന്താ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ വല്ലാത്തൊരു സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും അൽഹംദുലില്ലാ, റാഹത്താണെന്ന് പറയും, ജീവിതം റാഹത്താണെന്ന് പറയും. സഹോദരങ്ങളെ, വെള്ളം കുടിച്ചപ്പോണ്ടായ റാഹത്ത്, ഭക്ഷണം കഴിച്ചപ്പോണ്ടായ റാഹത്ത്, അത് കേവലം ശരീരത്തിന്റെ റാഹത്ത് മാത്രമല്ല, റൂഹിനും ഒരു റാഹത്ത് വേണം. എന്താണ് റൂഹിന്റെ റാഹത്ത്? ഈ വെള്ളം കുടിച്ചപ്പോൾ ഉണ്ടായ ശരീരത്തിന്റെ റാഹത്തിനപ്പുറം ആ വെള്ളം കുടിച്ചൊരു മനുഷ്യന് അവന്റെ റൂഹിന് കൂടി ഒരു റാഹത്ത് കിട്ടും. അത് എങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിക്കണം. പണ്ഡിതന്മാർ പറഞ്ഞു 10 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് അവന്റെ ആത്മാവിന് ബലം നൽകുന്ന 10 കാര്യങ്ങളാണ്, 10 ആശയങ്ങളാണ്. 1 അസ്സുഹദ്, 2 വൽ ഖുശൂഅ്, 3 വൽ ഇനാബ വത്തവാദുഅ് വൽ വറഅ് വമുഹാസബത്തുൻ നഫ്സ് വൽ ഇഖ്ലാസ് വത്തവക്കുൽ വൽ ഹയാ വൽ ഈഥാർ. ഈ 10 കാര്യങ്ങൾ. 1 സുഹൃദാണ്. സുഹൃദ് എന്ന് പറഞ്ഞാൽ വെറും ദുനിയാവിന്റെ പിന്നാലെ ഓടുക മാത്രം ചെയ്യുന്ന ഒരു മനുഷ്യൻ. അവൻ കേവലം ശരീരപ്രധാനമാണ്. അവന് തിന്നണം, കുടിക്കണം, ആസ്വദിക്കണം, ആഘോഷിക്കണം, അത് മാത്രമാണ്, അത് ശരീരത്തിന്റെ തേട്ടം മാത്രമാണ്. എന്നാൽ സുഹൃദുള്ളൊരു മനുഷ്യന് ആവശ്യത്തിന് മാത്രം അത് മതി, അവൻ ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു മനുഷ്യന്, ഈ ഭൗതികമായ മറ്റ് ആഡംബരങ്ങളോടൊക്കെ വിരക്തിയുള്ള ഒരു മനുഷ്യന് അത്യാവശ്യത്തിന് മാത്രമേ അവന്റെ മനസ്സിൽ വനഫ്സില്ല തഷ്ബഅ്, ആർത്തി അടങ്ങാത്ത മനസ്സാണെങ്കിൽ കാവലിനെ ചോദിക്കുന്ന ഒരു മുസ്ലിം റസൂലുള്ളാഹി പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അതാണ് 1ാമത്തെ കാര്യം. 2 വൽ ഖുശൂഅ്,
ഭയഭക്തിയുള്ളൊരു മനുഷ്യൻ, അവന്റെ ജീവിതം, അവന്റെ രഹസ്യം, പരസ്യം, ഇടപാട്, സ്വഭാവം, പെരുമാറ്റത്തിലൊക്കെ ഒരു ഭക്തി ഉണ്ടാകും അവന്. വെറുതെ എന്തും പറയുകയും എന്തും ചെയ്യുകയും ചെയ്യുന്നതിന് പരം ഒരു സൂക്ഷ്മത അവനുണ്ടാകും. അതാണ് ഖുശൂഅ്. വൽ ഇനാബത്ത്, ഖേദിച്ചു മടക്കം. അള്ളാഹുവിലേക്ക് ഏത് സമയത്തും മടങ്ങേണ്ടി വരും. അതുകൊണ്ട് റബ്ബിനോട് ഖേദിച്ച് മടങ്ങുന്ന സ്വഭാവമുള്ളൊരു മനുഷ്യൻ. വത്തവാളുഅ്, അവൻ അങ്ങേയറ്റം വിനയം കാണിക്കുന്നവനായിരിക്കും. അഹങ്കാരം എന്നത് അവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. വൽ വറഅ്, അവരിൽ തഖ്വയുണ്ടാകും, സൂക്ഷ്മത ബോധമുണ്ടാകും. മുഹാസബത്തുൻ നഫ്സ്, എപ്പോഴും അവൻ ഒരു ആത്മപരിശോധന നടത്തും. മുഹാസബത്തുൻ നഫ്സ് അതാണ് ആത്മപരിശോധന, ആത്മാവിന്റെ പരിശോധന. നമ്മൾ ഷുഗർ നോക്കും, കൊളസ്ട്രോൾ നോക്കും, ശരീരത്തിലെ ടെസ്റ്റൊക്കെ നമ്മൾ നടത്തും. എവിടൊക്കെ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് എവിടൊക്കെ കിട്ടും അതൊക്കെ നമ്മൾ നോക്കും. പക്ഷേ മുഹാസബത്തുൻ നഫ്സ്, ഒരു ആത്മാവിന്റെ പരിശോധന ഉണ്ട്. ആ പരിശോധന പലപ്പോഴും പലരും നടത്താറില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ആ പരിശോധന നടത്തുക, അതാണ് മുഹാസബത്തുൻ നഫ്സ്. വൽ ഇഖ്ലാസ്, ആത്മാർത്ഥമായി ഹൃദയത്തിൽ തട്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. വത്തവക്കുൽ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കൽ. വൽ ഹയാ, ലജ്ജ, ജീവിതത്തിൽ തിന്മകളോടുള്ള അവന്റെ ലജ്ജ. വൽ ഈസാർ, ആഖിറത്തിന് പ്രാധാന്യം കൊടുത്ത് തിരഞ്ഞെടുക്കുക ആ കാര്യങ്ങൾ. ഇത്രയും 10 മൂല്യങ്ങൾ ഒരു മനുഷ്യന്റെ ആത്മാവിന് ബലം നൽകുമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. സഹോദരങ്ങളെ, നമ്മൾ മരണപ്പെടുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമ്മളെ റൂഹിനെ മലക്കുകൾ ഏറ്റെടുക്കുന്ന സമയത്ത് ഇദാ ഹളർത്തും മൗതാക്കും, നിങ്ങളെ സാന്നിധ്യത്തിൽ ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ, നിങ്ങളെ കണ്ണിന്റെ മുന്നിൽ ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ, അതാരാവട്ടെ, വാപ്പയാകട്ടെ, ഭാര്യയാകട്ടെ, മക്കളാകട്ടെ, ആരാവട്ടെ, നിങ്ങളെ കണ്ണിന്റെ മുന്നിൽ ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ, നിങ്ങളെ സാന്നിധ്യത്തിൽ ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ, ഫഅഖ്മിദുൽ ബസർ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ മനുഷ്യന്റെ കണ്ണടക്കുക എന്നതാണ്. എന്താ കാരണം? ഫഇന്നൽ ബസറ യത്ബഉർ റൂഹ്, കാരണം അവന്റെ കണ്ണ് റൂഹിനെ പിന്തുടർന്നിട്ടുണ്ടായിരിക്കും. അവന്റെ ശരീരത്തിൽ നിന്ന് മലക്കുകൾ കൊണ്ടുപോകുന്ന റൂഹിനെ അവന്റെ കണ്ണ് പിന്തുടർന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് റൂഹ് പോയാൽ കണ്ണടച്ചു കൊടുക്കുക എന്നതാണ്. സഹോദരങ്ങളെ, ഒരു ആശ്വാസത്തിന്റെ മടക്കം. നമ്മളെ റൂഹ്, ഇത്രയും കാലം നമ്മൾ ജീവിച്ച് നമ്മുടെ കൂടെയുള്ള റൂഹ്, നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അള്ളാഹു ഇട്ട റൂഹ്. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു, രാവിലെയാണോ പകലാണോ, ഉമ്മയുടെ നടത്തത്തിലാണോ ഇരുത്തത്തിലാണോ ഉറക്കത്തിലാണോ നമുക്കറിയില്ല. ഇനി ആ റൂഹ് നമ്മുടെ ഉറക്കത്തിലാണോ നടത്തത്തിലാണോ യാത്രയിലാണോ അറിയില്ല. ഏത് സമയത്ത് നമ്മുടെ റൂഹിനെടുക്കുകയാണെങ്കിലും ആ റൂഹിനെ കണ്ണ് പിന്തുടരുമ്പോൾ ആ നോട്ടം, ആ റൂഹിലേക്കുള്ള നോട്ടം, അതൊരു ആശ്വാസത്തിന്റെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ നോട്ടമാക്കാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയണം. അതാണ് റൂഹിന്റെ റാഹത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആത്മാവിന്റെ ആശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി പറയാണ്, ഇദാ ഖറജത് റൂഹുൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ റൂഹ് പുറപ്പെടുകയാണ്. മലക്കാൻ യുസ്ഇദാനി, ആ മലക്കുകൾ 2 മലക്കുകൾ തയ്യാറായിരുന്ന് ആ റൂഹുമായിട്ട് അവർ കയറിപ്പോകും. വയഖൂലു അഹ്ലുസ് സമാ, ആകാശത്തുള്ള അഹ്ലുസ് സമാ പറയും, മലക്കുകൾ പറയും, റൂഹുൻ ത്വയ്യിബ ജാഅത് മിൻ ഖിബലിൽ അർള്, ഭൂമിയിൽ നിന്ന് വരുന്ന നല്ല ആത്മാവാണ്. റൂഹുൻ ത്വയ്യിബയാണ്, പരിശുദ്ധമായ ആത്മാവാണ്, ശുദ്ധീകരിച്ച ആത്മാവാണ്, ആരോഗ്യമുള്ള ആത്മാവാണ് എന്ന് മലക്കുകൾ പറയും. നമ്മുടെ റൂഹിനെടുത്ത് പോകുന്ന മലക്കുകൾ ആകാശലോകത്ത് വെച്ച് പറയുമെന്നാണ്. അപ്പോ മറ്റ് മലക്കുകൾ പറയും, സ്വല്ലല്ലാഹു അലൈക വഅലാ ജസദിൻ കുൻത തഅമുരീനഹു, അല്ലാഹു ഈ ആത്മാവിന് രക്ഷ നൽകട്ടെ. വഅലാ ജസദിൻ കുൻത തഅമുരീനഹു, ഒരായുസ് മുഴുവനും ഈ ആത്മാവ് ആരുടെ ശരീരത്തിലായിരുന്നോ ഉണ്ടായിരുന്നത് ആ ശരീരത്തിനും അല്ലാഹു രക്ഷ നൽകട്ടെ എന്ന് മലക്കുകൾ പറയുമെന്നാണ്. സഹോദരങ്ങളെ, ബർസഖ് വർഷങ്ങളോളം, കാലങ്ങളോളം അല്ലാഹു ഉദ്ദേശിച്ച അത്രയും കാലം. അത് കഴിഞ്ഞിട്ട് ആ ബർസഖിന് ശേഷം വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടും. ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ, അപ്പോഴതാ ശവക്കുഴികളിൽ നിന്ന്, അജ്ദാസ് എന്ന് പറഞ്ഞാൽ അതാണ് ശവക്കുഴികളിൽ നിന്ന്. അത് മുസ്ലിമിന്റെ ഖബറാകാം, മറ്റുള്ള ആളുകളുടെ എന്താവട്ടെ, മനുഷ്യന്റെ ശരീരം മരണപ്പെട്ടതിന് ശേഷം അവൻ അടക്കം ചെയ്ത ആ കുഴികളിൽ നിന്ന് പുറപ്പെട്ടു വരും, കുതിച്ചു വരും. ഫഇദൻ നുഫൂസു സുവ്വിജത്, ആത്മാവുകൾ തമ്മിൽ കൂട്ടിയിണക്കപ്പെട്ടാൽ, ഖുശ്ശഅൻ അബ്സാറുഹും, ദൃഷ്ടികൾ താഴ്ന്നു പോയവയായിരിക്കും. യഖ്റുജൂന മിനൽ അജ്ദാസി, ശവക്കുഴികളിൽ നിന്ന് അവ പുറപ്പെട്ടു വരും. കഅന്നഹും ജറാദുൻ മുൻതശിർ, പരന്ന് വ്യാപിച്ചു കിടക്കുന്ന പരത്തപ്പെട്ട ജറാദ് പക്ഷികളെപ്പോലെ മനുഷ്യന്മാര് ശവക്കുഴികളിൽ നിന്ന് അങ്ങനെ പാറി വരുമെന്നാണ്.
ഇതൊരു സഹോദരങ്ങളെ, നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഖുർആനിൽ ഒരുപാട് പ്രാർത്ഥന പറഞ്ഞു. ഖുർആനിൽ ഒരുപാട് പ്രാർത്ഥന പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ട്. കരഞ്ഞുകൊണ്ട് അവർ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. തറായുനകും തഫീദു മിനദ്ദമി. നബിയോട് പറയാണ്, റസൂലേ, അവരെ കണ്ണിലേക്ക് താങ്കൾ നോക്കിയാൽ കണ്ണിന്ന് കണ്ണുനീര് വരുന്നത് കാണാം, കണ്ണീരൊലിക്കുന്നത് കാണാം. എന്നിട്ട് അവർ പറയുന്നുണ്ട്, യഖൂലൂന റബ്ബന ആമന്ന, ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് ഈമാനുണ്ട്, ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. ഫക്തുബിന മഅശ്ശാഹിദീൻ, അതുകൊണ്ട് ഷഹാദത്ത് കലിമക്ക് സാക്ഷിയായി മരണപ്പെട്ടവരെ കൂട്ടത്തിൽ ഞങ്ങളെ പേര് രേഖപ്പെടുത്തണമേ. ഈ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമ്മളോട് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈമാന് വേണം. ഒന്നാമതായി നമ്മുടെ റൂഹിനെ ഒന്നാമതായി കിട്ടേണ്ടത് പണ്ഡിതന്മാർ പറഞ്ഞ അൽ ഈമാൻ ഹുവ ദവാഉർ റൂഹ് വഇദാഹുഹു. അൽ ഈമാൻ, ഈമാൻ വിശ്വാസം, ശക്തമായ വിശ്വാസം, അതാണ് ദവാഉർ റൂഹ്, ആത്മാവിൻ്റെ മരുന്ന്. വഇദാഹുഹു, അതിൻ്റെ ഭക്ഷണവും ഈമാനാണ്. എന്താ കാരണം? ഈമാൻ എന്ന് പറയുന്നത് മരണം വരെ യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്ത്, മരിക്കുന്നത് വരെ നമുക്ക് നല്ല ശക്തമായ സബാത്ത് കിട്ടണം. എന്താണ് സബാത്ത്? ആത്മാവിൻ്റെ ശക്തിയാണ് സബാത്ത്, ആത്മാവിൻ്റെ ബലമാണ് സബാത്ത്. അള്ളാഹ് പറയാണ്, ആർക്കല്ലാഹു സബാത്ത് കൊടുക്കും? ലാ ഇലാഹ ഇല്ലല്ലാഹ് ബിൽ ഖൗലി സാബിത്ത്. ഖൗലി സാബിത്ത്, സാബിത്ത് കൊടുക്കുന്ന, സ്ഥിരത കൊടുക്കുന്ന വാക്കുകൊണ്ട് ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ഏതാണ് ആ വാക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. റസൂൽ പറഞ്ഞു, ലൈസൽ ഈമാനു, മഹാന്മാർ പറയാ, ഹസൻ ബസ്രി പറയാണ്, ലൈസൽ ഈമാനു ബിത്തമന്നി വലാ ബിത്തഹല്ലി. ഈമാൻ എന്ന് പറഞ്ഞാൽ ഒരു പൂതിയല്ല, ഒരു ആഗ്രഹമല്ല, അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അണിയലോ ചെയ്യലോ അല്ല. ലൈസൽ ഈമാനു ബിത്തമന്നി വലാ ബിത്തഹല്ലി വലാകിൻ, ഈമാൻ എന്ന് പറഞ്ഞാൽ ഹുവ മാ വഖറ ഫിൽ ഖൽബ്, ഹൃദയത്തിലുള്ള വഖാറത്താണ്, ഹൃദയത്തിലുള്ള സൂക്ഷ്മതയാണ്. വസദ്ദഖഹു ബിൽ അമൽ, സത്യപ്പെടുത്തും, അതിനെ അമല് കൊണ്ട് സത്യപ്പെടുത്തും, പ്രവർത്തനം കൊണ്ട് സത്യപ്പെടുത്തുന്ന കാര്യമാണ് ഈമാൻ. അതല്ലാതെ നമ്മൾ വിചാരിച്ച പോലെ ഒരു വാക്ക് പറയലോ അല്ലെങ്കിൽ ഒരു ആഗ്രഹമോ ഒരു പുതിയ ഒന്നുമല്ല. അവനവന്റെ അമല് കൊണ്ട് സത്യപ്പെടുത്തുന്നത് എന്താണോ അതാണ് ഈമാൻ. അപ്പൊ സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം അസ്സിലത്തു ബില്ലാഹി അബറ ദിക്രി വദ്ദുആ, പ്രാർത്ഥന കൊണ്ടും ദുആ കൊണ്ടും ദിക്ർ കൊണ്ടും അള്ളാഹുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുക എന്നതാണ്. അത് നമുക്കെങ്ങനെ പറ്റുക? ചില കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അത് നമ്മുടെ ശരീരത്തിന് അപ്പുറമുള്ള കാര്യങ്ങളാണ്. സുബ്ഹാന റബ്ബിയൽ അഅല. സഹോദരങ്ങളെ, അല്ലാ 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 അങ്ങനെ മാത്രം ഒരു ദിക്റുണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാ? അങ്ങനെ ഒരു ദിക്റില്ല. സുബ്ഹാനല്ലാഹ് കൂടെ ഉണ്ട്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അതാണല്ലോ ദിക്ർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാ 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 എന്ന് മാത്രമേ ദിക്റില്ല. എന്താ കാരണം? അള്ളാഹുമായിട്ടുള്ള ബന്ധം ഇതിലൂടെ വരുന്നത്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, നമ്മൾ പറയാണ് സുബ്ഹാന റബ്ബിയൽ അഅല. സുജൂദിൽ അവയവങ്ങൾ വെച്ചിട്ടാ പറയണത്, നമ്മളെ ശരീരത്തിന്റെ അവയവങ്ങൾ വെച്ചിട്ടാ പറയണത്. അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. ശരീരത്തിന് ശക്തി നൽകി, ശരിപ്പെടുത്തി, ആരോഗ്യം നൽകി, സൃഷ്ടിച്ചു. ശരീരത്തിന്റെ ആരോഗ്യം ഓക്കെ. ഇത് പറയുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അഅല പറയുമ്പോൾ ആത്മാവിനൊരു ആരോഗ്യം കിട്ടുന്നുണ്ട്. അതെങ്ങനെ പറ്റും സഹോദരങ്ങളെ? രണ്ട് കാലിൻ്റെയും മുട്ട് മാറ്റിവെച്ച് സർജറി ചെയ്ത ഒരു മനുഷ്യൻ, വേദന കൊണ്ട് പ്രയാസപ്പെട്ട് സങ്കടം വന്ന് കരഞ്ഞ് രണ്ട് മുട്ടും മാറ്റിവെച്ചൊരു മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കരയാണ്. ഒരടി നടക്കാൻ ആശുപത്രിയിൽ നിന്ന് സർജറി കഴിഞ്ഞ പിറ്റേ ദിവസം ഡോക്ടർമാർ പറയാണ്, കിടക്കാൻ പറ്റൂല, എഴുന്നേറ്റ് നിൽക്കണം, കാലൊന്ന് മടക്കണം. രണ്ട് കാലിൻ്റെയും മുട്ട് മാറ്റിവെച്ച മനുഷ്യൻ കാല് മടക്കുന്നത് പോയിട്ട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും, കാലൊന്ന് ചെറിയ രൂപത്തിൽ അനക്കാൻ പോലും കഴിയാതെ കണ്ണുനീരൊലിപ്പിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഇത്രയും കാലം ഈ മുട്ടുകൊണ്ടാണ് നമ്മൾ നടന്നത്. റബ്ബ് തന്ന അല്ലദീ ഖലഖ ഫസവ്വ, റബ്ബ് തന്ന മുട്ടുകാല് കൊണ്ട് നടന്നവർ, ഓടിയവർ, കുടുംബത്തെ പോറ്റിയവർ, അധ്വാനിച്ചവർ, ഒരുപാട് റുകൂഉം സുജൂദും ഈ മുട്ടുകാല് കൊണ്ട് ചെയ്തവർ. ഇപ്പോ അള്ളാഹു തന്ന ഫിത്രത്തിനപ്പുറം ഇതൊന്ന് മാറ്റിവെച്ചപ്പോ ഒന്ന് കുമ്പിടാൻ, ഒന്ന് സുജൂദ് ചെയ്യാൻ കഴിയാതെ, കാലനക്കാൻ കഴിയാതെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ
സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, ഓരോ അവയവങ്ങളും റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ തട്ടി പറയും സുബ്ഹാനല്ലാഹ്. ആ സുബ്ഹാനല്ലാഹയാണ് സഹോദരങ്ങളെ നമ്മുടെ ശരീരത്തിൻ്റെ, നമ്മുടെ മനസ്സിൻ്റെ, നമ്മുടെ റൂഹിൻ്റെ ആത്മാവെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓടിക്കളിക്കുന്നൊരു ചെറുപ്പക്കാരൻ ഫുട്ബോൾ കളിക്കിടയിൽ പരിക്കു പറ്റിയിട്ട്, നട്ടലിന് ക്ഷതം പറ്റിയിട്ട് കോട്ടക്കൽ ആയുധശാലയിൽ മാസങ്ങളോളമായി തളർന്നു കിടക്കാണ് മാസങ്ങളോളായിട്ട്. എന്നിട്ട് അവനൊരാഗ്രഹമേ ഉള്ളൂ. എന്താണ് ആഗ്രഹം? കൈകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അതൊന്ന് കുടിക്കാൻ എനിക്ക് പറ്റണം. നിശ്ചലനായി കൈകാലുകൾ തളർന്നു കിടക്കുകയാണ്, അനങ്ങാതെ കിടക്കുകയാണ്. 10-26 കൊല്ലം ഓടിച്ചാടി നടന്ന മനുഷ്യന് പറ്റിയൊരു പരിക്ക്. ഇന്ന് അവന്റെ ആഗ്രഹം എന്താണെന്നറിയോ? ഈ കൈ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് സ്വന്തം കുടിക്കാൻ പറ്റണം എന്നുള്ളതാ. ആ കൈക്കും ചുണ്ടിനും ഇടയിലുള്ള ചെറിയൊരു അകലം. സഹോദരങ്ങളെ, ഈ കുടിച്ച വെള്ളം ശരീരത്തിന്റെ ആരോഗ്യത്തിന് മാത്രമായിരുന്നെങ്കിൽ നമ്മൾ ബിസ്മില്ല പറഞ്ഞിട്ടുണ്ടാകില്ല, കുടിച്ചു കഴിഞ്ഞ് അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ടാവൂല. ആ കുടിച്ച വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം, നമ്മൾ കഴിച്ച ഭക്ഷണം, ശരീരത്തിന്റെ ആരോഗ്യം, അത് മാത്രമല്ലായിരുന്നുവെങ്കിൽ, ആത്മാവിന് കൂടി അന്നം കൊടുത്തിരുന്നെങ്കിൽ, ആ ബിസ്മില്ലയാണ് നമ്മൾ കൊടുക്കുന്ന, ആത്മാവിന് കൊടുക്കുന്ന അന്നം, ആഹാരം. അൽഹംദുലില്ലാ എന്ന ശുക്രിന്റെ വാക്കാണ് സഹോദരങ്ങളെ നമ്മൾ കൊടുക്കുന്ന, ആത്മാവിന് കൊടുക്കുന്ന ആഹാരം എന്ന് പറയുന്നത്. ഇവിടെയാണ് ചില തിരിച്ചറിവുകൾ നമുക്ക് നിർബന്ധമായും വേണം. ഭക്ഷണം കഴിക്കുമ്പോൾ, ആ ഭക്ഷണം കഴിച്ച് ശരീരത്തിന് ആരോഗ്യം ഉണ്ടാക്കുമ്പോൾ, ആദ്യം ഭക്ഷണം ആര് നൽകി എന്ന അറിവും ആ ശുക്റുമുണ്ടല്ലോ, അത് ആത്മാവിൻ്റെതാണ്. ഖുൽ അഗൈറല്ലാഹി അത്തഖിദു വലിയൻ ഫാത്തിരിസ് സമാവാതി വൽ അർള്. ആകാശഭൂമികളെ സൃഷ്ടാവായ റബ്ബിന് പുറമെ നിങ്ങൾ ഏതെങ്കിലും ഒരു വലിയനെ സ്വീകരിച്ചിട്ടുണ്ടോ? അള്ളാഹുവാണ് വലിയ. ആ വലിയന് പുറമെ വല്ല വലിയനെയും സ്വീകരിച്ചുവോ? വഹുവ യുത്ഇം വലാ യുത്അം. അവനാണ് അന്നം നൽകുന്നത്, അവനാരും അന്നം നൽകേണ്ടതില്ല. മാ ഉരീദു മിൻകും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. നിങ്ങളിൽ നിന്നൊരു റിസ്ക്കും അല്ലാഹ് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ അവൻ അന്നം കൊടുക്കണമെന്ന് അല്ലാഹ് ആഗ്രഹിക്കുന്നില്ല. അല്ലാഹ് തന്ന റിസ്ക്കും അല്ലാഹ് തന്ന അന്നവുമാണ്. ആ ഓർമ്മ വേണം. നമ്മൾ കുടിച്ച വെള്ളം, ആ വെള്ളം യഥേഷ്ടം കൈകൊണ്ട് ഇഷ്ടം പോലെ വാങ്ങിക്കുടിച്ചു. പക്ഷേ നമ്മൾ ആ തന്ന റബ്ബിനെ ഓർത്തില്ല. അള്ളാഹ് പറയാണ്, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. അള്ളാഹ് വറ്റിച്ചു കളഞ്ഞാൽ, അള്ളാഹ് ഇത് തടഞ്ഞു കഴിഞ്ഞാൽ പകരം നിങ്ങൾക്ക് വെള്ളം തരാൻ ആരുണ്ടെന്ന ചോദ്യം. അമ്മൻ ഹാദല്ലദീ ഹുവ യർസുകുകും ഇൻ അംസക റിസ്ഖഹു ഖുൽ ഹുവ. അല്ലാഹു തആല തന്ന റിസ്ക് അത് തടഞ്ഞു വെച്ചാൽ പകരം നിങ്ങൾക്ക് റിസ്ക് നൽകാൻ ആരുണ്ട്? ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫിദ. അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, കണ്ണും കാതും ഹൃദയവും നൽകിയത് അവനാണ്. ഖലീലമ്മാ തഷ്കുറൂൻ. ശുക്ർ ചെയ്യുന്നവർ വളരെ കുറച്ചു മാത്രമാണ്. ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് ഒരു ശുക്രിന്റെ വാക്ക് പറയുമ്പോൾ ആ ശുക്രിന്റെ വാക്കാണ് സഹോദരങ്ങളെ നമ്മുടെ ആത്മാവിന്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുക. പഠിക്കണം, മനസ്സിലാക്കണം, മറക്കാതെ ആത്മാവിന്റെ ആരോഗ്യത്തിന് വേണ്ട കാര്യങ്ങൾ അത് സൂക്ഷ്മതയോടെ ചെയ്യാനും നമുക്ക് പറ്റണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീം ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽക്കും. അല്ലാഹ് പറയാണ്, എന്നാൽ റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് പിടിച്ചു വെക്കാൻ കഴിയാത്തത്? വല്ലാത്തൊരു ചോദ്യമാണ്. റൂഹ് എടുക്കുകയാണ്, തൊണ്ടക്കുഴിയിലെത്തിയാൽ അല്ലാഹ് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നിങ്ങൾക്കത് പിടിച്ചു വെക്കാൻ സാധിക്കുന്നില്ല? വഅൻതും ഹീന ഇദിൻ തൻദുറൂൻ. നിങ്ങൾ അന്നേരത്ത് നോക്കിക്കൊണ്ടിരിക്കാൻ മാത്രമേ നിങ്ങൾക്ക് പറ്റുള്ളൂ. അന്നേരത്ത് നിങ്ങളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. നാമാണ് ആ മരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കാൾ ഏറ്റവും അടുത്തവൻ. നിങ്ങൾ കണ്ടറിയുന്നില്ല അവന്റെ അവസ്ഥ എന്ത്.
അവന്റെ അവസാനം എങ്ങനെ നമുക്കാർക്കും അറിയില്ല. നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കൊണ്ട് രക്ഷപ്പെടുത്താൻ സാധിക്കൂല. ഫലൗല ഇൻ കുൻതും ഗൈറ മദീനീൻ തർജിഊനഹ ഇൻ കുൻതും സ്വാദിഖീൻ. നിങ്ങൾ അല്ലാഹുവിന്റെ നിയമങ്ങളെ, മതനിയമങ്ങൾക്ക് വിധേയമായിട്ടല്ലാതെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ റൂഹിനെ മടക്കിയെടുക്കാൻ പറ്റുന്നില്ല? നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ നിങ്ങൾ അതിന് മറുപടി പറയണം. ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ. എന്നാൽ അള്ളാഹുവിന്റെ സാമീപ്യം ലഭിച്ച ആളുകൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അസ്വില, സാമീപ്യം, അടുപ്പം, അള്ളാഹുവിന്റെ ആ സാമീപ്യം ലഭിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ ആത്മാവിന് ആരോഗ്യം അത് സംരക്ഷിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ. ഫറൗഹുൻ വറൈഹാനുൻ വജന്നത്തു നഈം. അവർ റൗഹിലാണ്, റൈഹാനിലാണ്, അവർ വല്ലാത്ത ആശ്വാസത്തിലാണ്, റാഹത്തിലാണ്. സുഗന്ധവും പരിമളവും അവർക്കുണ്ട്, ആശ്വാസമുണ്ട്, വിശിഷ്ടമായ സ്വർഗീയ സുഖാനുഭവങ്ങൾ, അനുഗ്രഹങ്ങളും അവരെ കാത്തിരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഈ പറഞ്ഞ സൂറത്ത് വാഖിഅയിൽ പറഞ്ഞ ഈ ഗുണങ്ങളൊക്കെ ലഭിക്കുന്ന, ഈ പദവികളും ദറജകളും ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കണം. എവിടെ വെച്ചപ്പോൾ നമ്മുടെ ശരീരം വിട്ട് റൂഹ് പോകുമെന്നറിയില്ല. ഏത് സമയത്ത് എങ്ങനെ പോവുകയാണെങ്കിലും അത് വല്ലാത്ത റാഹത്തുള്ള റൂഹായി മാറണം. അത് മാറ്റിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. സഹോദരങ്ങളെ, മയ്യത്ത് കുളിപ്പിക്കുന്നവനെ കൊണ്ട് കേവലം ഈ ശരീരം കഴുകി വൃത്തിയാക്കാൻ മാത്രമേ പറ്റൂ. ഈ ശരീരം വൃത്തിയാക്കാൻ പറ്റും, ഈ ശരീരം 3 കഷ്ണം തുണി കൊണ്ട് പൊതിയാൻ പറ്റും. പക്ഷെ റൂഹ്, ആ റൂഹിനെ കുളിപ്പിക്കേണ്ടതും വൃത്തിയാക്കേണ്ടതും, കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചു, മലക്കുകൾ കഫനും മിൻ അക്ഫാനിൽ ജന്ന, സ്വർഗത്തിലെ കഫൻ പുടവയായി വരുമ്പോൾ അഴുക്കുള്ള റൂഹാണെങ്കിൽ ആ കഫൻ പുടവയിൽ പൊതിയില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് മലക്കുകൾ കൊണ്ടുപോകുന്ന ആത്മാവിനെ നമ്മൾ കഴുകി വൃത്തിയാക്കണം, ശുദ്ധീകരിക്കണം. അത് ഉറപ്പുള്ള, ശക്തിയുള്ള, ആരോഗ്യമുള്ള ആത്മാവാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ഖുതുബകളിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗികളായ ആളുകൾക്ക് അള്ളാഹു തആല രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്, അള്ളാഹു അവർക്ക് ശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് യാത്ര പോയവരുണ്ട്, അള്ളാഹു ആ യാത്ര പോയ ആളുകൾക്ക് അവരുടെ കാര്യങ്ങൾ അള്ളാഹു തആല സഫലമാക്കി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നമ്മുടെ എല്ലാ നല്ല മുറാദുകളും ഹാസിലാക്കി തരുമാറാവട്ടെ. അള്ളാഹു മുഗ്ഫിലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാകും മിൻഹും വൽ അംവാസ് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم أجرنا من النار، اللهم اعتق رقابنا من النار ورقاب آبائنا وأمهاتنا وأزواجنا وإخواننا المسلمين أجمعين يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين.